ശാസ്താംകോട്ടയിലെ തേവലക്കരയിലെ മിഥുൻ എല്ലാവരുടെയും കണ്ണീരായി മാറി. ഒരു കണ്ണീരായ ഓർമ്മ. മിഥുൻ പാവപ്പെട്ട കുടുംബം. മിഥുൻ്റെ അച്ഛൻ ഒരു കുരുവേലക്കാരനാണ്. ഒരു നിവൃത്തിയില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട്, ഒരനുജൻ, അതുപോലെ തന്നെ അമ്മുമ്മ. അമ്മുമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. മിഥുൻ്റെ അമ്മ ഈ വീട് നിവൃത്തിയില്ലാതായതുകൊണ്ട് ഒരു വീട്ടുജോലി അന്വേഷിച്ച് അവസാനം കുവൈറ്റിൽ ഒരു കുടുംബത്തിലെത്തപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ട് കുവൈറ്റിലെത്തിയതാണ്. കുറച്ച് നാളെ ആയുള്ളൂ പോയിട്ട്. ആ കുവൈറ്റുകാർ അവിടെ അവധിയായതുകൊണ്ട്, സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് അവർ തുർക്കിയിലേക്ക് ഒരു സന്ദർശനത്തിന് പോയി. ഈ മിഥുൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയുള്ളപ്പോഴാണ് ഇങ്ങനൊരു വലിയ ദുരന്തം ഉണ്ടാകുന്നത്. ഈ ദുരന്തം എന്ന് പറയുന്നത്, 13 വയസ്സുകാരനാണ് മിഥുൻ. അവൻ്റെ അനുജൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുള്ള വിദ്യാർത്ഥി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് ഇവർ പഠിക്കുന്നത്. ആ സ്കൂള് ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ്, അതായത് എയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളിനൊരു വികസന സമിതി ഒക്കെ ഉണ്ട്, ഒരു ഭരണസമിതി എന്ന് നമുക്ക് പറയാം. ആ വികസന സമിതി ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ CPM-കാരാണ്. ആ വികസന സമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും അവരാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഈ കുട്ടികളുടെ സൈക്കിള് സൂക്ഷിക്കാനായിട്ട് ഇതിൻ്റെ പിൻവശത്തായിട്ട് ഒരു നീളത്തിൽ ഒരു തകര ഷെഡ് ഉണ്ടാക്കി. താൽക്കാലിക ഷെഡാണ്, കവേർഡല്ല. ആ മേളിൽ മാത്രം, സൈഡ് കവേർഡല്ല, മുകളിൽ തകര ഷീറ്റുണ്ട്. ചെറിയ ചെറിയ തൂണുകൾ നിർത്തി, തൂണെന്ന് പറയുന്ന എല്ലാം കമ്പി തൂണുകളാണ്, അതായത് നമ്മൾ പൈപ്പ് തൂണുകൾ നിർത്തി ആണ്, സ്റ്റീൽ പൈപ്പ് തൂണുകൾ നിർത്തി ഉണ്ടാക്കിയേക്കുന്ന ഒരു ഷെഡാണ്, നീളത്തിലുള്ള ഒരു ഷെഡ്. ഈ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്നാണ് ഒരു വൈദ്യുതി ലൈൻ, ആ സ്കൂളിലേക്ക് കണക്ഷൻ കൊടുക്കാനും അതുകൂടാതെ അതിനപ്പുറത്തുള്ള പുറകിൽ താമസിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കാനുമായിട്ടുള്ള ലൈൻ വരച്ചിരിക്കുന്നത്. ഈ ലൈൻ ഒരുപാട് പഴക്കമുള്ളതാണ്. ഈ ലൈൻ ഇപ്പോൾ അങ്ങ് സാഗ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലാകാലമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും അതിനില്ല, അതൊന്നും KCB ചെയ്യത്തില്ല. ആ ലൈൻ ഇങ്ങനെ താഴ്ന്ന് സാഗ് ചെയ്ത് കിടക്കുകയാണ്. ആ ലൈൻ ഉണ്ടല്ലോ, ഈ തകര മേൽക്കൂരയിൽ നിന്നും, ഈ ഷെഡിൻ്റെ തകര മേൽക്കൂരയിൽ നിന്നും വെറും 88 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ്. 88 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു മനുഷ്യൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ഒരു 170 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ അയാളുടെ ശരീരത്തിൻ്റെ പകുതിക്ക് താഴെ കൂടെ പോകുന്ന ഉയരമേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതൊന്ന് ചിന്തിച്ചാൽ മതി. എന്തെങ്കിലും മഴയിലോ കാറ്റിലോ അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ മരക്കമ്പങ്ങാണ് ഒടിഞ്ഞു വീണ് ഈ ലൈൻ കുറച്ചുകൂടെ താഴാനിടയായാൽ ഇത് നേരെ ഈ തകര മേൽക്കൂരയിൽ ടച്ച് ചെയ്താലുണ്ടല്ലോ, ആ തകര മേൽക്കൂരയുടെ വൈദ്യുതി പ്രവഹിച്ച് ഈ തൂണുകൾ, അതായത് ഈ പൈപ്പ് തൂണുകളിലൂടെ നേരെ ഭൂമിയിലേക്ക് വരും. അവിടെ ധാരാളം കുഞ്ഞുങ്ങളുള്ള പഠിക്കുന്ന സ്കൂളാണ്. അത് എന്തുമാത്രം അപകടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഈ സ്കൂൾ അധികൃതർക്ക്, അതായത് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ വികസന സമിതി എന്ന് പറയുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന സമിതിയുണ്ട്. ഈ സമിതി, അതേപോലെ സ്ഥലം MLA, സ്ഥലം പഞ്ചായത്തിൻ്റെ അംഗങ്ങൾ, പ്രസിഡൻറ്റ്, ഇത് മാനേജ്മെൻറ്റ്, ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, KCB, ഇവർക്ക് ആർക്കും ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്നും സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇപ്പോൾ KCB-യിലായാലും അതുപോലെ സ്കൂളിലായാലും എവിടെ ആയാലും. ഇപ്പോൾ ഇവരെ ഇത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. ഈ കുട്ടികൾ തമ്മിൽ ചെരുപ്പ് എറിഞ്ഞ് കളിച്ചു. ഇവൻ്റെ ചെരുപ്പ്, ഈ മിഥുൻ്റെ ചെരുപ്പ് ഈ മേൽക്കൂര, അതായത് ഈ തകര ഷീറ്റിൻ്റെ പുറത്ത് വീണു. അപ്പോൾ അത് എടുക്കണം. അപ്പോൾ ഈ സ്കൂളിൽ ക്ലാസ്സുകളിൽ സ്ക്രീൻ വെച്ച്, അതായത് മറയ്ക്കാനായിട്ട് ക്ലാസ്സുകൾ വേർതിരിക്കാൻ ഒരു തടി സ്ക്രീൻ വെക്കുമല്ലോ, അവനെ അതങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി, ഭിത്തി കയറി നേരെ നടന്നു വന്ന് ഈ തകര മേൽക്കൂരയുടെ മേളിൽ കയറി. മുകളിലെ സൈഡിൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി വന്നപ്പോൾ അവൻ്റെ കാല് തെറ്റിപ്പോയി. ആ കുഞ്ഞിന് പിടുത്തം കിട്ടിയത് ഈ കമ്പിയിലാണ്.
അവൻ അവിടെ കിടന്ന് പിടഞ്ഞ് മരിച്ചു. അവസാനം പിന്നെ സ്കൂൾ അധികൃതർ ടീച്ചേഴ്സ് എല്ലാം കൂടെ വന്ന് അവർ ഈ സ്ക്രീൻ എടുത്ത് കമ്പിയിൽ അടിച്ചാണ് അവർ ഈ കുഞ്ഞിനെ താഴെ ഇട്ടത്, കമ്പിയായിട്ട് വേർപെടുത്തിയത്. ആശുപത്രി കൊണ്ടുപോയി. പക്ഷേ അതിനു മുമ്പേ അവൻ മരണപ്പെട്ടിരുന്നു. ഇത് നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ടതല്ലേ അധികൃതരുടെ? വേണ്ട, കഴിഞ്ഞ വർഷം തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സംഭവം ഉണ്ടായത് കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. അവിടെ ഒരു 17 വയസ്സുകാരൻ +2 കഴിഞ്ഞാണ്. അവൻ ചെറിയ ജോലിക്ക് എങ്ങാണ്ട് പോയി. അവൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു. സഹോദരൻ ദൂരെ നിന്നാണ് വരുന്നത്. അവൻ ഈ സ്കൂട്ടർ കൊണ്ടുവന്നപ്പോൾ മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ ഒരു കടയുടെ വരാന്തയിലേക്ക് ഇത് കയറ്റി വെച്ചിട്ട് കട അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഷട്ടർ അടച്ചേക്കാണ്. അതിലോട്ട് കയറ്റി വെച്ചിട്ട് അവിടെ നിന്നു. അവിടെ നിന്നിട്ട് അവനെ നിന്നപ്പോൾ എന്താണെന്നറിയോ, ഇതിൻ്റെ തൂണിൽ നിന്ന്, അതായത് ഇതേപോലെ പൈപ്പ് താഴോട്ട് നാട്ടിയ തൂണിൽ നിന്നും ഭയങ്കരമായിട്ട് ഷോക്കേറ്റവും പിടഞ്ഞു മരിച്ചതാണ്. അവൻ്റെ ജ്യേഷ്ഠൻ ഓടി വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. അവിടെയും ഒരു കുരുന്ന് ജീവൻ, യഥാർത്ഥത്തിൽ അങ്ങോട്ട് ഒരു കൗമാരപ്രായക്കാരൻ്റെ ജീവൻ അവിടെയും നഷ്ടപ്പെടുകയാണ്. ഇത് ആ കടയുടമ പറയുന്നത് എന്താണെന്നറിയോ, ആ കടയുടെ അവിടെ ഷട്ടറിലും അതുപോലെ ഇതിനകത്തും ഒക്കെ ഷോക്ക് ഉണ്ടെന്ന് അയാൾ നിരന്തരം KCB പരാതിപ്പെട്ടുണ്ട്. പക്ഷേ ആ പരാതികൾക്കൊന്നും ഫലം കണ്ടിട്ടില്ല, അവർ ഒന്നും നോക്കിയിട്ടില്ല. ഇതാണ് കാരണം. അപ്പോൾ ഇതാരുടെ അനാസ്ഥയാണ്? ഇവിടെ ഇത്രയും ഒരു സ്കൂളിൽ കൂടി ഇങ്ങനെ ഈ ലൈൻ പോകുമ്പോൾ അത് അങ്ങനെ വിടാൻ പാടില്ല സ്കൂളിനകത്തൂടെ. ഇനി അത് വിട്ടാൽ തന്നെ ആ ലൈനാണെങ്കിൽ അത് കവേർഡ് ലൈൻ ആയിരുന്നെങ്കിൽ, ഇൻസുലേറ്റഡ് ആയിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. കവേർഡ് കേബിൾ ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുക്കുന്ന ആരാണ്? അപ്പോൾ കഴിഞ്ഞ അവിടുത്തെ അവലോകന യോഗത്തിൽ KCB അധികൃതർ പറഞ്ഞതവരെ അവകാശപ്പെടുന്നു, സത്യമാണെന്ന് എനിക്കറിയില്ല. അത് അവർ പറയുന്നത് ഇത് കവേർഡ് കേബിൾ വേണം എന്ന് അവർ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. എനിക്കറിയില്ല. ഏതായാലും അത് അടുത്ത മാനേജ്മെൻറ്റ് മീറ്റിങ്ങിനകത്ത് വെച്ച് പാസ്സാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ വികസന സമിതി അംഗങ്ങൾക്കെതിരെ പരാതിയൊന്നുമില്ല, PTA പരാതിയൊന്നുമില്ല. ഈ PTA എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം എന്തിനാണ്? ഇത് നോക്കാനല്ലേ? ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷ അവർ നോക്കണ്ടേ? ഒരു കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് പാമ്പ് കടിയേറ്റ് മരിച്ചത് നമ്മൾ കണ്ടതല്ലേ? ഹൈക്കോടതി നിശ്ചിതമായി അതിനെ വിമർശിക്കുകയും ചെയ്തതാണ് ആ സംഭവത്തിനെ, സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെ. അപ്പം അതേപോലെ ഇവിടെ ഈ ജീവൻ പൊലിഞ്ഞു. ഇനി നമ്മുടെയൊക്കെ കണ്ണ് തുറക്കാൻ എത്ര ദിവസം വേണം? ഇനി ഇതിനകത്ത് അതൊന്നുമല്ല കാര്യം. ഇതിനകത്ത് ഈ ശ്രീമതി ചിഞ്ചുറാണി ഉണ്ടല്ലോ, മന്ത്രി, പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. വളരെ കാര്യമായ ഒരു പ്രസ്താവന അങ്ങ് നടത്തി, ഒരു കണ്ടുപിടുത്തം നടത്തി. ആ കുട്ടി ഒരിക്കലും അതിനെ മേളിൽ കയറാൻ പാടില്ലായിരുന്നു. ശരിയാണ്. കുട്ടികൾ കളിക്കുന്നത് എങ്ങനെ വേണം, ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. കുട്ടികളെ കളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പഠിപ്പിക്കുകയാണ്. ആ ചിഞ്ചുറാണി തന്നെ താൻ നോക്കിക്കോട്ടെ. അത് യഥാർത്ഥത്തിൽ ശിവൻകുട്ടി ഉണ്ടല്ലോ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഒരുപാട് കാര്യങ്ങൾ പണ്ട് വിളിച്ച് പറയും, വിവരമില്ലായ്മയൊക്കെ പറയുമായിരുന്നു കേട്ടോ. ഞാൻ അതിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, അതിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നുണ്ട്. അത് വളരെയേറെ നല്ല പ്രസ്താവനകളാണ്. ഇപ്പോൾ സൂംബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത്, അത് സ്കൂളിൽ എന്തൊക്കെ വേണം, അതായത് അക്കാഡമിക് തലത്തിലും അൺഅക്കാഡമിക് തലത്തിലും ഒക്കെ എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഇത് അദ്ദേഹം പറയാനിടയെ ആ തൻ്റെ ഇടം എനിക്കിഷ്ടപ്പെട്ടു. ഞാനുള്ള കാര്യം പറയാമല്ലോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചെന്താണെന്നറിയോ? അദ്ദേഹം ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് പറഞ്ഞ് ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ അദ്ദേഹം ഈ കുറ്റപ്പെടുത്തിയതേ ഉള്ളൂ. ഇത് വീഴ്ച തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് പറയാൻ, അതുപോലെ എന്താ കുഞ്ഞിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ആ മോനെ കുറ്റം പറയാൻ പാടില്ല. പിള്ളേരായ കളിക്കത്തില്ലേ, ആ ബോധം ശിവൻകുട്ടിക്കുണ്ട്. സത്യമാണ്. നന്നായി. ശ്രീ ശിവൻകുട്ടിയുടെ പ്രസ്താവന ഞാൻ വളരെയധികം ആദരിക്കുന്നു, അത് അംഗീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മന്ത്രിമാരും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പിന്നെ അതുപോലെ തന്നെ മന്ത്രി കൃഷ്ണൻകുട്ടി, ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ മന്ത്രിയും ഇതിൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞു. ശരിയാണ്, ഇത് KCBക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. ശരിയാണ് മന്ത്രി, അത് ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല, വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായില്ല. എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മൾ ഇതുപോലെ വിലപിച്ചിട്ടും കാര്യമില്ല. പറ്റാതെ നിങ്ങൾ നോക്കണം. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ അടിയന്തരമായി KCB പരിശോധന നടത്തണം, അതിന് നിർദ്ദേശം കൊടുക്കണം. അതുപോലെ തന്നെ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ. ഈ ഫിറ്റ്നസ് കൊടുക്കാൻ വരുന്നവന്മാരെ ഒന്ന് കാണണ്ടേ? അവന്മാർ വന്ന് ചാപ്പാടും കഴിച്ചിട്ട് ഫിറ്റ്നസ് വഴി ഒപ്പിട്ടിട്ട് പോയാൽ പോരാ. ഇത് നോക്കണം.
സ്കൂളിൽ ചാപ്പാടൊക്കെ കൊടുക്കും, നല്ല വൃത്തിയായിട്ട് വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കും. അതും വന്ന് കഴിച്ച് വയറും വീർപ്പിച്ച് ഏമ്പക്കം വിട്ട് പല്ലും കുത്തിക്കൊണ്ട് പോയാൽ പോരെ ഇവനൊക്കെ. നോക്കണം, ഇതിന് ഇത്രയും ഈ ലൈൻ താന്ന് കിടക്കുന്ന ഒരു സ്കൂളിന് എങ്ങനെ ഫിറ്റ്നസ് കൊടുത്തു, അത് ചിന്തിക്കണ്ടേ? അത് ശ്രീ ശിവൻകുട്ടി അതിന് നടപടിയെടുക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഫിറ്റ്നസ് കൊടുക്കാൻ പാടില്ല ഒരിക്കലും. ഇനി അത് PWD എന്നാണ് അത് വരണ്ടെങ്കിൽ നോക്കണ്ടെങ്കിൽ PWD വകുപ്പ് മന്ത്രി അതിനെ കുറിച്ച് നോക്കണം. ഇത് എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം വേണം. ഇനി ഒരു കുഞ്ഞിനും ഇതേപോലുള്ള ദുരന്തം ഉണ്ടാവരുത്, ഒരു കുടുംബത്തിനും ഇതേപോലുള്ള ദുരന്തം ഉണ്ടാവരുത്. ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ ബാധ്യത ഇവിടെ സർക്കാരിനുണ്ട്, ഏത് വിധത്തിലായാലും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഈ വികസന സമിതി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിലിരിക്കാൻ വലിയ ഉത്സവം. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇവിടുത്തെ അപ്പോയിൻമെൻ്റാണ്. ഞാൻ എന്നും പറയാറുള്ളതുപോലെ ഈ സ്വകാര്യ സ്കൂൾ, അതായത് എയ്ഡഡ് സ്കൂളുകളുണ്ടല്ലോ, അവരുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് അവിടെ ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് 50 ലക്ഷത്തിൽ കുറഞ്ഞ കാശില്ല. ഹയർ സെക്കൻഡറി അല്ലേ, അത് ഇല്ല, അതിന് മുകളിലോട്ടാണ് തുക. ഇതൊക്കെ വാങ്ങി വീതം വെച്ചെടുക്കുന്നവരൊന്ന് ചിന്തിക്കണം കേട്ടോ. ഈ കൈക്കൂലി വാങ്ങി അത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ കിട്ടേണ്ട പണമല്ലേ ഇങ്ങനെ വാങ്ങി കൈക്കൂലി വാങ്ങിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു സംവിധാനം സർക്കാർ ശമ്പളം കൊടുക്കുന്നു, എന്നിട്ട് മാനേജ്മെൻറ്റിന് ഇതിൻ്റെ പണം വാങ്ങിയെടുക്കാനുള്ള അവകാശം കൊടുക്കുന്നു. ഇത് ഏത് സമ്പ്രദായമാണിത്? ഇതിനെതിരെ എന്താ പ്രതികരിക്കാത്തത്? ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരെ പ്രതികരിക്കല്ല. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ പ്രതികരിക്കില്ല. കാരണം എന്താ? ഇവന്മാർക്കൊക്കെ ഇതിൻ്റെ പണം വേണം, വാങ്ങിച്ചെടുത്തോളൂ. പക്ഷേ ഈ കുരുന്ന് ജീവനുകൾ നഷ്ടപ്പെടരുത്.